ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തേങ്ങാപ്പാൽ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്, അതുപോലെ ഹെയറിനും. അപ്പം ഈ ഹെയറിൽ എങ്ങനെ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ വരും വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ സ്കിന്നിൽ തേങ്ങാപ്പാൽ നല്ലതാണ്. അതുപോലെ നമ്മൾ സ്കിന്നിലുള്ള പോഴ്സൊക്കെ അടയ്ക്കാൻ ഈ തേങ്ങാപ്പാലിലെ കൊഴുപ്പിന് സാധിക്കും. അതുപോലെ നമ്മുടെ സ്കിന്നിലുള്ള അഴുക്ക് നീക്കം ചെയ്യാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതിനാൽ ഇതൊരു ക്ലെൻസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യും ഈ തേങ്ങാപ്പാൽ. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കുറച്ചുകൂടി സോഫ്റ്റ് ആക്കും. പിന്നെ അതുപോലെ തന്നെ നിറം വയ്ക്കാനൊക്കെ ആയിട്ട് തേങ്ങാപ്പാൽ നല്ലതാണ്. പിന്നെ ഈ തേങ്ങാപ്പാൽ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എണ്ണ തേച്ച പോലൊക്കെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എണ്ണ തേക്കാൻ മടിയുള്ളവർക്ക് തേങ്ങാപ്പാൽ തേക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള തേങ്ങാപ്പാൽ യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പോകുന്നൊരു ഫേസ് പാക്കാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ തേങ്ങാപ്പാൽ വെറുതെ മുഖത്തും ഒക്കെ തേച്ചാൽ തന്നെ നല്ല ഗുണമാണ്. ഇനിയിപ്പം അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ചുകൂടി ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്താൽ നല്ല ഗുണമായിരിക്കും. അതായത് തേങ്ങാപ്പാൽ വെറുതെ തേക്കുന്നതിനേക്കാൾ ഇരട്ടി ഗുണം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ നിങ്ങളൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ചിരകിയ നാളികേരമാണ്. ഞാനിവിടെ ഏകദേശം ഒരു പിടിയോളം ചിരകിയ നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തേങ്ങാപ്പാൽ നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ നാളികേരത്തിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിങ്ങനെ കൈ കൊണ്ട് പിഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തേങ്ങാപ്പാൽ കിട്ടും. ഇത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അളവിൽ വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ നല്ല പോലെ നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിലേ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ പറ്റൂ. അപ്പോൾ ഒരു പിടി നാളികേരത്തിൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത്രയും തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ ഇത്രയും തേങ്ങാപ്പാലാണ് എനിക്ക് ആ നാളികേരം ഒന്ന് പിഴിഞ്ഞപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ ചേർക്കുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കസ്തൂരി മഞ്ഞൾപ്പൊടി തന്നെ യൂസ് ചെയ്യണം. ഇനി അഥവാ ഇല്ലെങ്കിൽ മാത്രമേ സാധാ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാവൂ. ഏകദേശം 2 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിൽ മാത്രമായിട്ടും തേക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് തേക്കാം. ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിറം വയ്ക്കാൻ നല്ലതാണ്. അതിനാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് നേരിട്ട് തന്നെ മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ അഭിപ്രായം പറയണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.